എല്ലാ മന്ത്രിമാർക്കും വിജയാശംസ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി ആശംസ നേർന്നത്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വളരെ കൗതുകമുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. വിജയാശംസ നേരുകയാണ് മുഖ്യമന്ത്രി. അത് സ്വാഭാവികമാണ്. പക്ഷേ വോട്ടെണ്ണലിൽ 2 ദിവസം മാത്രമുള്ള അതിനിടെയാണ് മുഖ്യമന്ത്രി എല്ലാവർക്കും വിജയാശംസ നേർന്നതും. ഈ ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു? ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടും തുടർഭരണവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും കമന്റുകൾ ഉണ്ടായോ? രതീഷ്, ഇന്ന് രാവിലെ 10 മണിക്കാണ് ഓൺലൈൻ മന്ത്രിസഭാ യോഗം ചേർന്നത്. ഇന്നലെ മുഖ്യമന്ത്രി സ്വന്തം നാട്ടിലേക്ക് കണ്ണൂരേക്ക് മടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് 10 മണിക്ക് ഓൺലൈൻ മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗത്തിലാണ് എല്ലാ മന്ത്രിമാർക്കും വിജയാശംസകൾ നേർന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ UDF പറയുന്ന അവകാശവാദങ്ങളിൽ പല മന്ത്രിമാരും തോക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എല്ലാം തന്നെ ഖണ്ഡിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എല്ലാ മന്ത്രിമാർക്കും ഒപ്പം തന്നെ മത്സരിച്ച എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ അതിസുപ്രധാനമായിട്ടുള്ള 2-3 തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് വാൽപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മരിച്ച ആളുകൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്നുണ്ട് തന്നെ. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി അത്തരം നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുക. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ചില മരിച്ച അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അതില്ലാത്തവർക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ സഹായം ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. അതിൽ മരണപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ, അതോടൊപ്പം തന്നെ പാചക തൊഴിലാളി, അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾക്ക് ആണ് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 12ാം ധനകാര്യ കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി അധികം തസ്തികകൾ സൃഷ്ടിച്ച ഉത്തരവ് കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതാണ് ആകെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. അതിൽ ഏറ്റവും കൗതുകരം എല്ലാ മന്ത്രിമാർക്കും വിജയാശംസ നേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമുക്കറിയാം, ഓരോ മന്ത്രിസഭ മാറുമ്പോഴും ആ മന്ത്രിസഭയിലെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ ഭാവി പലതാണ്. പലരും പിന്നീടും രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരിക്കാം, വീണ്ടും മന്ത്രിമാരാകുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ അവസാനിക്കുന്ന ആളുകളുണ്ട്. സിറ്റിംഗ് മന്ത്രിമാർ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാ മന്ത്രിമാരും വിജയിക്കുമോ? പക്ഷേ എല്ലാവർക്കും വിജയാശംസ നേരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർഭരണം ഉറപ്പാണ് എന്താണ് LDFന്റെ ആകെ ഒരു പ്രതീക്ഷയും അത്തരം പരസ്യ പ്രതികരണങ്ങളുമൊക്കെയാണ് വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വിജയാശംസ നേർന്നിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു നടപടിയാണ്. അതിനിടെയാണ് വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകും എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്.